നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടി പാർവതി ചിലതൊക്കെ വെട്ടിത്തുറന്നു പറഞ്ഞപ്പോൾ CPM-നും സർക്കാരിനും അങ്ങ് പൊള്ളൽ. ഇപ്പോൾ പാർവതിക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ് സഖാക്കൾ എല്ലാവരും കൂടി. മന്ത്രി MP രാജേഷ് ഇപ്പോൾ രംഗത്ത് വന്ന് പാർവതിക്ക് നേരെ കടിച്ചു കീർന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നുണ്ടായ വിവാദത്തിൽ നടി പാർവതി തിരുവോത്തിനും മറുപടിയുമായാണ് മന്ത്രി MP രാജേഷിന്റെ വരവ്. സിനിമാ കോൺക്ലേവിന്റെ വിശദാംശങ്ങൾ പ്രഖ്യാപിക്കുന്നതിനു മുൻപ് ഇരകളും വേട്ടക്കാരും ഒന്നിച്ചിരിക്കുമെന്ന വ്യാഖ്യാനം എങ്ങനെ ഉണ്ടായി എന്നാണ് മന്ത്രി ചോദിക്കുന്നത്. ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴായിരുന്നു മന്ത്രി അങ്ങ് കത്തിക്കയറിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേരളം കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും സർക്കാരിനെയും സിനിമാക്കാരെയും ബാധിക്കുന്നില്ല. അവരാഘോഷത്തിലാണ്. ഇത്രയും വലിയ വിവാദം കത്തി നിൽക്കുമ്പോൾ സർക്കാർ ഒരു നടപടിയും എടുക്കാതെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു നടപടിയും എടുക്കാത്ത സർക്കാർ തടി തപ്പുന്നതിനു വേണ്ടി സജി ചെറിയാനെ രംഗത്തിറക്കി ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തി. സിനിമാ കോൺക്ലേവ് നടത്തുമെന്ന്. ഇതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി എടുക്കുന്നതാണോ വലുത്, അതോ ഇനിയിപ്പോൾ സിനിമാ കോൺക്ലേവ് നടത്തുന്നതാണോ വലുത്? സജി ചെറിയാൻ തന്നെയാണ് പറഞ്ഞത് പ്രശ്നപരിഹാരത്തിനൊക്കെ വേണ്ടി സിനിമാ കോൺക്ലേവ് നടത്തുമെന്ന്. ഇതിനു തൊട്ടു പിന്നാലെയാണ് നടി പാർവതി രംഗത്ത് വന്ന് സജി ചെറിയാനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചത്, ഇരകളും വേട്ടക്കാരും ഒന്നിച്ചിരുന്ന് കോൺക്ലേവ് നടത്തുന്നതിലൂടെ സർക്കാർ എന്താണ് മാതൃകയാക്കി കാണിക്കുന്നതെന്ന് ചോദ്യം ചോദിച്ചിരുന്നു. വളരെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവർ ചോദിച്ചത്. ഒരാളെങ്കിലും നട്ടല് നിവർത്തി നിന്ന് സംസാരിക്കുമ്പോൾ CPM-കാർക്ക് അങ്ങോട്ട് ഒക്കുന്നില്ല. കാരണം ഇവർക്ക് നട്ടലില്ലല്ലോ, പകരം വാഴപ്പിണ്ടിയാണ്. ഇതുവരെ ഈ വിഷയത്തിൽ നടന്മാർക്കെതിരെ, അതായത് ലൈംഗിക അതിക്രമം നടത്തുന്നുണ്ട് നടന്മാരെന്ന് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ ഈ നടന്മാർക്കെതിരെ ഒന്നും അനക്കാതിരിക്കുന്ന മന്ത്രിമാരും CPM നേതാക്കളും ഒക്കെയാണ് ഇപ്പോൾ ഒരു നടി പ്രതികരിച്ചപ്പോൾ അവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. കോൺക്ലേവ് കൊണ്ട് സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയാണോ സർക്കാർ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതെന്നും പാർവതി ചോദിച്ചിരുന്നു. ഇതിനാണ് മന്ത്രി MP രാജേഷ് പാർവതിയുടെ പേരെടുത്ത് പറയാതെ മറുപടി നൽകിയത്. പാർവതി എന്ന പേരെടുത്ത് പറയാൻ പോലും മന്ത്രിക്ക് നട്ടല്ലില്ല. പരമ കഷ്ടമാണ് ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ. ഇന്ത്യയിൽ ഒരൊറ്റ സംസ്ഥാനത്ത് മാത്രമേ സിനിമാ മേഖലയിലെ ഇത്തരം പ്രവണതകളെക്കുറിച്ചുള്ള സമഗ്രമായ വിശദമായ പഠനം നടത്തി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളൂ എന്നതാണ് പ്രധാന കാര്യം. സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടിയാണ് ഇത്. സർക്കാരിന്റെ സമീപനം വളരെ വ്യക്തമാണ്. മറ്റൊരു സംസ്ഥാനത്തും സ്വീകരിച്ചിട്ടില്ലാത്ത ആർജവത്തോടെയുള്ള ധീരമായ നിലപാടാണ് അത്. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചതെന്നും MP രാജേഷ് പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാരിന് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്ര വൈകിയതെന്ന കാര്യം മുഖ്യമന്ത്രി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ രഹസ്യ സ്വഭാവത്തിന്റെ ഉറപ്പിലാണ് പലരും കമ്മിറ്റിയുടെ മുന്നിൽ വന്ന് കാര്യങ്ങൾ വിശദീകരിച്ചതെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. ഇപ്പോൾ ഇക്കാര്യത്തിൽ സങ്കുചിത രാഷ്ട്രീയം പ്രവർത്തിച്ചു തുടങ്ങി. കോൺക്ലേവിന്റെ വിശദാംശങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പിന്നെങ്ങനെയാണ് ഇരകളും വേട്ടക്കാരും ഒന്നിച്ചാണ് ഇരിക്കുന്നത് എന്ന വ്യാഖ്യാനം ഉണ്ടാകുന്നത്? സിനിമാ മേഖലയെ സംബന്ധിച്ച് സമഗ്രമായ നയം ഉണ്ടാകണം എന്ന ഒറ്റ ഉദ്ദേശമേ സർക്കാരിന് മുന്നിലുള്ളൂവെന്നാണ് സാംസ്കാരിക മന്ത്രിയും മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുള്ളത്. ആ നയം ആവിഷ്കരിക്കുന്നതിന് അതുമായി ബന്ധപ്പെട്ടവർ ഉൾപ്പെട്ട കോൺക്ലേവ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ വേട്ടക്കാരും ഇരകളും ഒരുമിച്ചിരിക്കും എന്നതൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങളാണ് എന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. കഷ്ടം തന്നെയാണ്. MP രാജേഷിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇതുമായി ബന്ധപ്പെട്ടവർ, അതായത് ആ നയം ആവിഷ്കരിക്കുന്നതിന് അതുമായി ബന്ധപ്പെട്ടവർ ഉൾപ്പെട്ട കോൺക്ലേവ് നടത്തും എന്നത്. അതുമായി ബന്ധപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ സിനിമാക്കാർ തന്നെയാണല്ലോ വരുന്നത്. അല്ലാതെ ഇനിയിപ്പോൾ സ്പോർട്സുകാരെ കൊണ്ടുവന്ന് സിനിമാക്കാരുടെ കോൺക്ലേവിൽ ഇരുത്താൻ പറ്റില്ലല്ലോ മന്ത്രി. അപ്പോൾ പിന്നെ നിങ്ങൾ കോൺക്ലേവ് നടത്തും എന്ന് പറയുന്നത് ഇരകളെയും വേട്ടക്കാരെയും വിളിച്ചിരുത്തി തന്നെയാണല്ലോ. അതുതന്നെയാണ് നടി പാർവതിയും ചോദിച്ചിരിക്കുന്നത്. ഇതിനൊന്നും വ്യക്തമായ മറുപടി നിങ്ങൾക്ക് പറയാനില്ലെങ്കിൽ മിണ്ടാതെ ഇരിക്കുക. പിന്നെ ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനത്ത് മാത്രമേ സിനിമയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റിയെ വെച്ചുള്ളൂ എന്ന് മന്ത്രി വലിയ ഗീർവാണം അടിക്കുകയാണ്. ഒരു കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അതിൽ തെറ്റുകാരായവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാതെ കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുന്നവരാണ് വലിയ ഗീർവാണം അടിക്കുന്നത്. മന്ത്രി രാജേഷിനോടൊക്കെ ചോദിക്കാനുള്ളത് ലേശം ഉളുപ്പുണ്ടോ? മിണ്ടാതിരിക്കുക, അതാണ് നല്ലത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.